കൊല്ലം കുണ്ടറയിൽ അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അഖിലിനെ ഇന്നലെയാണ് കശ്മീരിൽ നിന്ന് പോലീസ് പിടികൂടിയത്. സോഷ്യൽ മീഡിയയും ഉപയോഗിച്ചിരുന്ന ഫോണും ഉപേക്ഷിച്ച അഖിലിനെ കുടുക്കിയത് ഗൂഗിൾ പേയിലെ ₹1 ട്രാൻസാക്ഷനാണ്. അനാഥനെന്ന് സ്വയം വെളിപ്പെടുത്തി ഒരു സൂപ്പർ മാർക്കറ്റിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്യുകയായിരുന്നു അഖിൽ. പലയിടങ്ങളിൽ ജോലി ചെയ്ത ശേഷമാണ് അഖിൽ ശ്രീനഗറിലെ നിലവിലെ സ്ഥലത്തെത്തിയത്. സിഗരറ്റ് വാങ്ങാനായി നടത്തിയ ട്രാൻസാക്ഷനായിരുന്നു അന്വേഷണത്തിൽ നിർണായകമായത്. അഖിലിന്റെ കഴുത്തിലെ ടാറ്റു കണ്ടതാണ് തിരിച്ചറിയാൻ സഹായിച്ചതെന്ന് യുവാവിനെ പിടികൂടാൻ പോലീസിനെ സഹായിച്ച മലയാളി യുവാവ് ആദർശ് പറയുന്നു. ആദർശാണ് പോലീസ് ഏറെ നാളായി തിരയുന്ന അഖിലിനെ തിരിച്ചറിഞ്ഞതും വിവരം കൈമാറിയതും. ലഹരിക്കടിമയായ അഖിൽ പണം നൽകാത്തതിന്റെ പേരിലാണ് അമ്മ പുഷ്പലതയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ₹1,00,000 ആവശ്യപ്പെട്ട് മകൻ ഉപദ്രവിക്കുകയാണെന്ന് സെപ്റ്റംബർ 16 പുഷ്പലത കുണ്ടറ പോലീസിന് പരാതി നൽകിയിരുന്നു. പോലീസ് വീട്ടിലെത്തി അഖിലിന് മുന്നറിയിപ്പ് നൽകി. വീട്ടുകാർ പോലീസിനെ വിളിച്ചത് അഖിലിന്റെ വൈരാഗ്യം കൂട്ടുകയായിരുന്നു. ഈ പകയാണ് അരുംകൊലയിലേക്ക് നയിച്ചത്. കട്ടിലിൽ കിടക്കയായിരുന്ന അമ്മയെ തലയിണ കൊണ്ട് അഖിൽ ശ്വാസം മുട്ടിച്ചു. നിലത്ത് വീണ പുഷ്പലതയുടെ തലയിൽ ചുറ്റിക കൊണ്ടടിച്ചു. കൂർത്ത ആയുധം കൊണ്ട് മുഖത്ത് കുത്തി. ചോര വാർന്ന് പുഷ്പലത മരിക്കുന്നത് ലഹരിക്കടിമയായ അഖിൽ കണ്ടു നിൽക്കുകയായിരുന്നു. തൊട്ടടുത്ത മുറിയിലായിരുന്ന പുഷ്പലതയുടെ അച്ഛൻ ആന്റണിയും അഖിൽ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു വീഴ്ത്തി. പഞ്ചാബിൽ പഠിക്കുന്ന പുഷ്പലതയുടെ മകൾ രാവിലെ അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതോടെ അയൽവാസിയെ ബന്ധപ്പെട്ടപ്പോഴാണ് കൊലപാതക വിവരം പുറലോകം അറിയുന്നത്. ഫോൺ കോളിന് പിന്നാലെ വീട്ടിലെത്തി പരിശോധിച്ച അയൽക്കാരിയാണ് ജീവനറ്റ് കിടന്ന പുഷ്പലതയും രക്തം വാർന്ന അവശനായി കിടന്ന ആന്റണിയും കണ്ടത്. ഉടൻ തന്നെ വിവരം നാട്ടുകാരെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു. നാട്ടുകാരും പോലീസും ചേർന്ന് ആന്റണിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. സംഭവത്തിന് പിന്നാലെ പുഷ്പലതയുടെ ഫോൺ വിൽക്കാൻ മൊബൈൽ കടയിലെത്തിയ അഖിലിന്റെ ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു. ഇവിടെ നിന്ന് ബസ്സിൽ കയറിയ പ്രതിയുടെ യാത്ര സംസ്ഥാനത്തിലേക്ക് പുറത്തേക്കായിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ഒറ്റയ്ക്ക് യാത്ര നടത്തി ശീലമുണ്ടായിരുന്ന അഖിൽ രക്ഷപ്പെടാൻ മറ്റൊന്നും ആലോചിച്ചിരുന്നില്ല. മണാലിയിൽ മുമ്പ് 45 ദിവസം അഖിൽ താമസിച്ചിട്ടുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് മറ്റ് വിവരങ്ങളൊന്നും ലഭിക്കാതിരുന്നത് പോലീസിന്റെ അന്വേഷണം വഴിമുട്ടിച്ചു. 2 സംഘങ്ങളായി കുണ്ടറ പോലീസ് പല സംസ്ഥാനങ്ങളിലും അഖിലിനായി തെരച്ചിൽ നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഡൽഹിയിലായിരുന്നു അഖിലിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഡൽഹിയിലെ ATMിൽ നിന്ന് പുഷ്പലതയുടെ ATM കാർഡ് ഉപയോഗിച്ച് പണം പ്രതി പിൻവലിച്ചിരുന്നു. ഇതിനു പിന്നാലെ സ്വന്തം ഫോണും അഖിൽ വിറ്റെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതേസമയം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് തങ്ങളുടെ സ്ഥാപനത്തിൽ ജോലിക്ക് നിൽക്കുന്നതെന്ന് ഇവിടെയുള്ളവർക്കും അറിയില്ലായിരുന്നു.